വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിട്ടിരിക്കുകയാണ്. UDF സ്ഥാനാർത്ഥിയായ കെ മുരളീധരൻ ഗൃഹസന്ദർശനം ശാസ്തമംഗലം പണിക്കേശ് ലൈനിൽ ആരംഭിച്ചുകൊണ്ടാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. എന്നോടൊപ്പം ശ്രീ കെ മുരളീധരൻ ചേരുന്നു. വലിയ ആവേശം വിതർന്ന ഒരു തെരഞ്ഞെടുപ്പ് എത്തരത്തിലാണ് പ്രതീക്ഷ? നല്ല ഭൂരിപക്ഷത്തോടെ ജയിക്കാൻ കഴിയും. ഈ സംസ്ഥാനത്ത് അങ്ങനെ ഒരു തരംഗം UDF അനുകൂലമായ തരംഗമുണ്ട്. ആ തരംഗം വട്ടിയൂർക്കാവിലും പ്രതിഫലിക്കും. BJPയും ശക്തമായ ഒരു സ്ഥാനാർത്ഥിയാണ് രംഗത്തിറക്കിയിരിക്കുന്നത്. അല്ല, BJP സ്ഥാനാർത്ഥിനെ അവരല്ലേ തീരുമാനിക്കേണ്ടത്, ഞാനല്ലല്ലോ. അവരവരുടെ സ്ഥാനാർത്ഥി. അതൊരു വെല്ലുവിളിയാകില്ല എന്നുള്ള വലിയ വെല്ലുവിളിയൊന്നും ഒരു വെല്ലുവിളിയില്ല. വലിയൊരു ഭൂരിപക്ഷത്തിൽ ജയിക്കും. ആ പ്രതീക്ഷയാണ് കെ മുരളീധരൻ പങ്കുവെക്കുന്നത്. അദ്ദേഹം പരമാവധി വീടുകളിൽ നേരിട്ടെത്തി വോട്ടർമാരെ നേരിൽ കണ്ടുകൊണ്ട് വോട്ട് അഭ്യർത്ഥിക്കാനുള്ള നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലും KS ശബരിനാഥിന് വേണ്ടി വോട്ട് തേടിക്കൊണ്ട് ആദ്യം കെ മുരളീധരൻ പ്രചാരണത്തിന് തുടക്കമിട്ടത് ഇതേ പണിക്കേസ് ലൈനിലായിരുന്നു. അവിടെയാണ് വീണ്ടും തനിക്ക് വോട്ട് രേഖപ്പെടുത്തണമെന്ന് വോട്ടർമാരോട് ആവശ്യപ്പെട്ടുകൊണ്ട് പാർട്ടി സ്ഥാനാർത്ഥിത്വം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ കെ മുരളീധരൻ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിട്ടിരിക്കുന്നത്. വലിയ ആവേശത്തോടെ കോൺഗ്രസ് പ്രവർത്തകർ അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് അദ്ദേഹത്തോടൊപ്പം ഈ ഗൃഹസന്ദർശനത്തിന്റെ ഭാഗമാകുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. തലസ്ഥാനത്ത് UDF അട്ടിമറി വിജയം പ്രതീക്ഷിക്കുന്ന ഒരു മണ്ഡലമായി വട്ടിയൂർക്കാവ് മാറും എന്ന പ്രതീക്ഷ പങ്കുവച്ചുകൊണ്ടാണ് കെ മുരളീധരൻ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിട്ടിരിക്കുന്നത്. ക്യാമറമാൻ സന്തോഷ് കുമാറിനൊപ്പം ഡാൻ കുര്യൻ, News 18. ഞാൻ പിന്നെ അവിടെ സ്ഥിര ആളായതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. കുഴപ്പമില്ല, തീർച്ചയായിട്ടും. അതൊക്കെ ഇന്നത്തോണ്ട് പരിഹരിക്കും. അല്ല, അതൊക്കെ അനുനയിപ്പിക്കും, കുഴപ്പമില്ല. ശ്രീ മുരളീധരൻ, ഇന്നലെ താങ്കൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് മുമ്പ് തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ സാധാരണ റൂം കിട്ടാറില്ല, ഇത്തവണ ഡൽഹിയിലെ മുറികളെല്ലാം ഒഴിഞ്ഞു കിടക്കുകയാണെന്ന്. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ CPM-ൽ മുമ്പ് കോൺഗ്രസ് എങ്ങനെയായിരുന്നു സമാനമായ അവസ്ഥ ഇപ്പോൾ CPM കടന്നു വന്നത് സംസ്ഥാന സെക്രട്ടറിക്ക് പോലും ഗുരുതരമായ അഴിമതി ആരോപണവും സ്വജനപക്ഷപാതം ഉയരുന്നു. അതും കണ്ണൂരിൽ. അതായത് അത് മറ്റൊന്നുമല്ല, സ്വന്തം അഭിപ്രായങ്ങൾ അടിച്ചേൽപ്പിക്കുമ്പോൾ അത് പാർട്ടി അണികൾക്ക് ദഹിക്കില്ല എന്നുള്ളതിന്റെ ഉദാഹരണമാണ് ഇപ്പോൾ G. സുധാകരന്റെ ആണെങ്കിലും TK ഗോവിന്ദന്റെ ആണെങ്കിലും കുഞ്ഞിക്കണ്ണന്റെ ആണെങ്കിലും ഒക്കെയുള്ള അവരുടെ സ്ഥാനാർത്ഥിത്വം തെളിയിക്കുന്നത്. ഇന്ന് രാത്രിയോ നാളെ കാലത്തുമായിട്ട് പുറത്തുവരും. ഇല്ല, ഒരു പ്രശ്നവുമില്ല. കാരണം മുൻപും വൈകിട്ടുണ്ടല്ലോ. കഴിഞ്ഞ ലോക്സഭയിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, അന്ന് 2024 ഫെബ്രുവരി 28 LDF-ന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. മാർച്ച് 7 UDF-നെ പ്രഖ്യാപിച്ചു. 20-18 UDF ജയിച്ചു. ഇല്ല, അങ്ങനെ ഒരു പ്രതിസന്ധിയില്ല. അതൊക്കെ പാർട്ടി അത് കൈകാര്യം ചെയ്തോളും ഭംഗിയായിട്ട് തന്നെ. ഇല്ല, അത് സാധാരണ തീരുമാനം എന്ന് പറഞ്ഞാൽ വേണ്ടാന്നുള്ള തീരുമാനമാണ് മൊത്തത്തിലുള്ളത്. പക്ഷെ അത് ഏത് കാര്യത്തിനും ഹൈക്കമാൻഡിന് എക്സംഷൻ കൊടുക്കാം. അങ്ങനെ വാശിയൊന്നും പിടിക്കുന്നില്ലേ. എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ടാവും. ആഗ്രഹങ്ങൾ ചിലരൊക്കെ തുറന്നു പറഞ്ഞു. അത്രയും വട്ടിയൂർക്കാവില് ശക്തമായിട്ടാവും. ഞാൻ ഒരിക്കലും ഒരു ലൈറ്റായിട്ടുള്ള മത്സരത്തിലൂടെ ഇന്ന് വരെ ഞാൻ ജയിച്ചിട്ടില്ല. അല്ല, അതൊക്കെ ഹൈക്കമാൻഡാ തീരുമാനിക്കേണ്ട. ഞങ്ങൾക്ക് അത് തീരുമാനിക്കാൻ അവകാശമൊന്നുമില്ല. അല്ല, അദ്ദേഹം മേയർ സ്ഥാനം കൌൺസിലർ സ്ഥാനം തിരസ്കരിച്ചിട്ട് അങ്ങോട്ട് വന്നത്. അപ്പോ പിന്നെ അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരും ഒരുപാട് പേര് തിരസ്കരിച്ചു പോയിട്ടുള്ളവരുണ്ടല്ലോ, കെ രാധാകൃഷ്ണൻ ഉൾപ്പെടെ. ചരിത്രം പറയുകയാണെങ്കിൽ കുറെ ഉണ്ട്. എല്ലാ പാർട്ടിക്കും ഉണ്ട് ആ ചരിത്രം. അത് കെ മുരളീധരൻ മാത്രമല്ല. കോൺഗ്രസിലെ സ്ഥാനാർത്ഥി തർക്കത്തിന് ഇന്നൊരു പരിസമാപ്തിയാകും. തീർച്ചയായിട്ടും.